ജേണി ഓഫ് സിസിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മള് ഹസം പോവാണ്. അപ്പോ നാടുകാണി വഴി ബന്ദിപ്പൂർ ഫോറസ്റ്റ് കയറി ഹസനിലേക്കുള്ള യാത്രയാണ്. അപ്പൊ നമുക്ക് ബന്ദിപ്പൂർ ഫോറസ്റ്റ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം അല്ലെ. അപ്പൊ ഇന്നത്തെ യാത്രയില് അനു ഉണ്ട്, ശ്യാമുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്. അപ്പോ നമുക്ക് വീഡിയോ കാണാം. നമ്മൾ മലപ്പുറം നിലമ്പൂര് കഴിഞ്ഞാൽ പിന്നെ നാടുകാണിയാട്ടോ കയറണത്. നാടുകാണി തമിഴ്നാടാണ്. നമ്മളിപ്പോൾ കൂടല്ലൂരെത്തി ഫുഡ് കഴിക്കുകയാണ്. എന്നിട്ട് വേണം നമ്മൾക്ക് ബന്ദിപ്പൂർ ഫോറസ്റ്റ് കയറാൻ വേണ്ടിയിട്ട്. മലബാർ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ അത്. മസാല ഇതാണ് നമ്മുടെ മുത്തുമലൈ ഫോറസ്റ്റ്. ഇതിൻ്റെ നോക്കിയിട്ടുള്ള ഹിസ്റ്ററിയൊക്കെ ഞാൻ പറഞ്ഞു തരാം. കൂടുതലൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഇത് തമിഴ്നാട്ടിൽ നീലഗിരി ജില്ലയിലെ കൂടല്ലൂർ താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1940 സ്ഥാപിക്കപ്പെട്ടത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. പിന്നെ കേരളം, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനത്തിൻ്റെ ബോർഡറാണ്. പിന്നെ വയനാട് വനമേഖല, ബന്ദിപ്പൂർ ടൈഗർ റിസർവ്, സത്യമംഗലം വനമേഖല എന്നിവയുമായി ബന്ധപ്പെടുന്നു. പിന്നെ ഈ വഴി കൂടെ പോകുമ്പോൾ വണ്ടി നിർത്താനൊന്നും പാടില്ല കേട്ടോ, ഫോറസ്റ്റ് ആയതുകൊണ്ട്. അത്രയും ഫൈനൊക്കെ ഉണ്ട്. പിന്നെ ഈ വഴി കൂടെ പോകുമ്പോൾ ആന, മാന് ഒക്കെ കാണാം. വേറൊന്നും കണ്ടിട്ടില്ല. മറഞ്ഞപ്പോ അത് ഇന്ത്യയായി പോയത്. വായിച്ച എന്താപ്പാ കുങ്കി കുങ്കി? ഞാൻ പണ്ട് വായിച്ചില്ല. അത് കട്ടോ അങ്ങനെ പറഞ്ഞു. ചർത്തക്കപ്പഴും പറയുന്നില്ലേ ഈ ശരത്ത് കണ്ണനായിട്ട് എന്ത് ചെയ്താണ്. പ്രതീക്ഷിച്ചത്ര ആനേനെയും കടുവേനെയും പൂച്ചേനെയും പുലിനെയും ഒന്നും കണ്ടില്ല നമ്മളിവിടെ അല്ലേ. അത് കാണാത്തത് ഇവര് വൈകുന്നേരം നേരത്തെ ഈ വാതിക്ക് വരുള്ളൂ. പിന്നെ വൈകുന്നേരം ചായ ഇവിടെ ട്രാഫിക് നിരോധനം. പക്ഷെ നല്ല കോമഡി നടക്കുന്നുണ്ട്, അത് മാത്രണ്ട്. അതുണ്ടാവും. മാനൊക്കെ പച്ചപ്പില് ഇതായി കിടക്കും. വലിയ സുഖമുള്ള പരിപാടി എന്തായാലും ഇതായിട്ട് കൊടുക്കും. കുഞ്ഞോ, ഒരാഴ്ച ഞങ്ങൾ ഇതിന് റൈഡിന് പോയിട്ടോ ഒരു മാനും കൂടി കണ്ടില്ല. ആ ഇത് എന്റെ കണ്ണടമ്മ വിചാരിച്ച മാതിരി കണ്ണാണ്ടില്ല. സ്വന്തം കണ്ണാടി കൂടി നിച്ചല്ലേ ഞാൻ മോനേട്ടൻ പറഞ്ഞു, എടാ നെല്ലിക്ക നമുക്കൊന്ന് പറിച്ച് നമുക്ക് പോകുമ്പോ തിന്നും ചെയ്യാലോ. അതാ ഇത് ഈ റോഡുമില്. അതില് പിന്നെ ഞാനപ്പോ അവരോട് പറഞ്ഞു ഫോറസ്റ്റുകാർ വരും, പ്രശ്നമാണ് നോക്കാറുണ്ട്. നിർത്തി. അതില് 3500 റുപ്യന്റെ ചെരുപ്പാണ് ശ്രീജുവിന്റെ കാലിന്. അതെടുത്തൊരു ഒച്ച കയറി. നെല്ലിക്ക കുറെ കൊഞ്ഞാടി, പക്ഷെ ചെരുപ്പ് മുകളിൽ നൂത്താക്കി. നെല്ലിക്കയാടി ചെരുപ്പ് പറഞ്ഞ് കരയിൽ തുടങ്ങി. ഞാൻ വണ്ടി കയറി കുലുക്കി. അപ്പോഴേക്ക് ഫോറസ്റ്റുകാരെത്തി. ഞാൻ പറഞ്ഞു അല്ല, ഓലിങ്ങനെ ഡ്യൂട്ടിയിൽ പോയോണ്ടേയിരിക്കും. അത് ഒഴിച്ചടിച്ചു. അന്നത്തെ ഈ 3000 റുപ്യന്റെ പാർട്ടി ഇതാണ് പറഞ്ഞ ബന്ദിപ്പൂർ. മുത്തങ്ങാമലൈ കഴിഞ്ഞു. മുതുമലൈ മുത്തങ്ങ മുതുമലൈ കോരങ്ങം പോണു. അയ്യോ അതുവഴി പോകും. ഇതെന്താ ബ്രിഡ്ജ്?
പന്തി കൊട്ടണ്ടേ വെൽക്കം ടു ഐഡന്റി കാർഡ് കയ്യിൽ വെച്ചോ. അവിടെ പൈസ 20. അങ്ങനെ നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റ് കയറിയിരിക്കുന്നു. കർണാടക ജില്ലയിലാണ് ഇത് വരുന്നത്. 1974 പ്രൊജക്ട് ടൈഗർ പ്രകാരം ടൈഗർ റിസർവായി പ്രഖ്യാപിക്കപ്പെട്ടു. പിന്നെ ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ടൈഗർ റിസർവറാണ്. പിന്നെ ഇതുവരെ നമ്മൾ പോയിട്ടുള്ളതിൽ വെച്ചിട്ട് കണ്ടിട്ടുള്ളത് ആന, കാട്ടുപോത്ത്, പിന്നെന്താ കുരങ്ങന്മാര്, മാൻ ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ. ഞാനാകെ 2 വട്ടം പോയിട്ടുള്ളൂ. ഞാൻ 2 വട്ടം കണ്ടത് ഇതൊക്കെ തന്നെയാണ്, വേറൊന്നും ഞാൻ കണ്ടിട്ടില്ല. വേറെയും ജീവികളൊക്കെ ഉണ്ടാവും ഫോറസ്റ്റ് ആയതുകൊണ്ട്, പക്ഷേ നമ്മൾ ആ ടൈമിൽ കണ്ടിട്ടില്ല കേട്ടോ. മധുരക്കരമ്പേ തേനീച്ചക്കൂട്, തേനീച്ചക്കൂട് കണ്ടില്ലേ? ഇതെന്ത് വരാ? പീച്ചിങ് മരത്തിന്റെ വെള്ളം ഉണ്ടാവണേ. എന്താ പ്രശ്നം? ആറ്റിറ്റ്യൂഡ് എങ്ങനെയാനു? ഇത്രോ നേരം ഇവിടെ 10 മണിക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ കുറച്ച് അറിയാം. അയ്യേ എന്താ മൂക്കില്? അതൊക്കെ കാണിക്കേട്ടാ, നോക്കട്ടെ. എന്താ പ്രശ്നം ഇതൊക്കെ? ഒന്നാണെങ്കിൽ ഒത്തിരുന്ന ഇനി ഞാൻ നടുക്ക് വൺ വേണ് ലെഫ്റ്റ് എടുക്കി. അതിനിപ്പോ എത്തന്റെ അങ്ങനെ നമ്മുടെ ഫോറസ്റ്റ് കഴിയാറായിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഏത് ഡയലോഗും പോകും ചോദ്യേ. തറയാണെങ്കിൽ തറയിലും പോകും. അടുത്തത് ഏതാ? ബന്ദിപ്പൂര് കഴിഞ്ഞാ? ബന്ദിപ്പൂര് കഴിഞ്ഞാൽ ഇനി ഒരു പിന്നെ ബന്ദിപ്പൂരില്ല. ഇനി ഫോറസ്റ്റ് കഴിഞ്ഞു. നേരെ ഇനി കർണാടക സ്റ്റേറ്റിൽ അങ്ങനെ മൈസൂരിലേക്ക് യാത്ര. मुझे पता नहीं क्यों? क्योंकि हम केरला में नहीं अभी, तो मुझे पता नहीं. केरला वालों को क्या बाकी बारे में पता नहीं. रायपुर में रहता है क्या? या അങ്ങനെ നമ്മൾ സൂര്യകാന്തിപ്പൂ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമുക്ക് ഓപ്പോസിറ്റ് ഇതും ഉണ്ടോ? വേറൊരു ചെടി ഇവിടെയൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. കൊള്ളാം അല്ലേ? ഒന്നുമില്ല, ഇത് സിമ്പിൾ ഒരു സാധനം. 20 രൂപ 20 രൂപ ഗൈസ് ഇതിന്റെ എൻട്രി. സൺഫ്ലവർ നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാന്? അയച്ചാലോടൊക്കെ പറഞ്ഞിട്ട് കാര്യം. ചിലപ്പോ നായുണ്ടാവും. അതെ, അത് ഞങ്ങൾ കണ്ടാ ഈ കഴുതനെ കഴുതാൻ തന്നെ പറയാം. ഇതിന്റെ നടുക്കൊക്കെ ഉണ്ട് കഴുത. അപ്പൊ നമ്മള് വരണ വഴിയില് ചോറ് കഴിക്കാൻ നിർത്തിയതാണ്. നല്ല പൊതിച്ചോറ്, ചിക്കൻ, മീന്, ചമ്മന്തി. വാ കാണിച്ചാൽ. കഴിഞ്ഞ പ്രാവശ്യം അമ്മേനെ ചീത്ത പറയുകൊണ്ട് തൈര് എടുത്തില്ല. ചോറ്, ചമ്മന്തി, ചിക്കൻ. ഞാനും 5 ഒരെണ്ണത്തിലാ കഴിക്കണേ.
സോറി അനു. ഇവിടെ 5 ആളില്ലേ? ഹലോ പറയൂ. ഉണ്ടോ? അച്ഛൻ പറയാ എന്ത് വൃത്തിയാലേ ഇവിടെ നോക്ക്. ഗ്ലാസ് എടുത്ത് വെള്ളം എടുത്തിട്ട് ഈ ചാണകം വെച്ച് തളിക്കാൻ വൃത്തിയാക്കാം. ഇവിടെ നിന്ന് നമ്മൾ ഹസനെത്തിയിരിക്കുന്നു ഗൈസ്. ഫുള്ള് സ്ട്രീറ്റ് റോഡാണ്. ഇവിടെ 5-6 വഴിയുണ്ട്. എപ്പോഴും വഴി തെറ്റും ഇവിടെ വന്നാൽ. ഞാൻ 2 വട്ടം വന്നിട്ടുള്ളൂ, പക്ഷെ 2 വട്ടവും കണ്ടു വഴി തെറ്റിച്ചത്. ഇതാട്ടോ വീട്. നേരത്തെ വീഡിയോയിലും കണ്ടിട്ടുണ്ടല്ലോ. ഇതൊരു വഴി, ഇതൊരു വഴി, പിന്നെ അവിടെ നിന്ന് ഒരു വഴി. ഫുള്ള് സീനാട്ടോ. എല്ലാരും ഉറങ്ങാൻ തോന്നുന്നു. നമ്മള് കേറട്ടെ. വൈകുന്നേരമായി. ഇപ്പൊ സമയം ഇവിടെ ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ അവിടെ 6 മണി കഴിഞ്ഞ ഫീലാട്ടോ ഇപ്പോഴും ഇവിടെ. അങ്ങനെ ഇരുട്ടൊന്നും ആയിട്ടില്ല. എന്തോ വിളിച്ചു പോയി പോകണ്ട്. കന്നഡയാണ്. കല്ലേ നല്ല കാറ്റുമാണ്. മഴ ഉണ്ടായിട്ടില്ല ഇന്ന്. ഓട്ടോയിൽ എന്തോ വിളിച്ചു പറഞ്ഞോണ്ട് പോവാ. കല്ലോ ആ ഓട്ടോയിലാട്ടോ. കല്ല് കല്ല് എന്നാ പറയണ. അറിയില്ല എന്താ സംഭവം എന്നുവെച്ചാ. ഒരു 6 മണി ആയപ്പോഴത്തേക്കും നല്ല വിളിച്ചു വരുന്നു ഇവിടെ. ഇപ്പൊ നോക്ക് 7:15 പക്ഷെ നമ്മുടെ അവിടെ ഒരു 6:45 6:30 ആയ പോലെയാണ്. നമ്മുടെ അവിടെ ഇപ്പൊ പിന്നെ നേരത്തെ ഇരുട്ടാവും എനിക്ക് തോന്നണം. ഇവിടെ ഞങ്ങൾ അറിഞ്ഞു പോലും ഇല്ല സമയം പോയത്. ഇവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നിട്ട്. അനക അനക അനു. ആ അനക എന്നാ പറഞ്ഞേ. ആ അനു. അനുവിനെ വിളിക്കോളൂ. നടക്കാൻ വേണ്ടി പോവാട്ടോ. വെട്ടം വിളിച്ചോക്കുണ്ട്. പിന്നെ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ്സ് ഉണ്ട്. ഇവിടെ ഫുള്ള് സ്ട്രീറ്റാ അല്ലേ. ഇവിടെ ഉള്ളവരോട് ചോദിച്ചു ഇവിടെ എന്ത് ഇരുട്ടാവാത്തുന്ന. അപ്പൊ അവര് പറഞ്ഞു ഇവിടെ പൊതുവെ ലേറ്റ് ആയിട്ടാണ് ഇരുട്ടാവണത് എന്നാണ് പറഞ്ഞത്. ഇവിടെ ഇങ്ങനെയാണ് എന്നാണ് ചേച്ചി പറയണത്. അറിയില്ല. ഞങ്ങളപ്പോ 3 പേരും കൂടെയാണ് പുറത്താണ്. ചേച്ചി കള്ളി കൊച്ചിനെ ഉറക്കിയിട്ട് ഞങ്ങളോട് ഇറങ്ങാ. ഉറക്കിയിട്ടല്ലേ വരുന്നേ? പിന്നെ ഉറങ്ങിയില്ലേ? ഉറക്കിയിട്ടാ വരുന്നത്. അതാണ് സ്നേഹം. അങ്ങനെ ശരിയാ. ഇട്ടാണ്. എനിക്ക് തണുത്തു എന്ന് വെച്ചാൽ നല്ല അത്യാവശ്യം നല്ല തണുത്ത കാറ്റുണ്ട്. ഇവർക്കൊക്കെ ഞാൻ പറഞ്ഞ സ്വെറ്റർ എടുക്കായിരുന്നു. അപ്പൊ ഇവരെന്നെ കളിയാക്കാണ്. എനിക്ക് എറണാകുളത്തുനിന്ന് മലപ്പുറം വന്നാലും രാവിലെ നല്ല തണുപ്പായിട്ട് ഫീൽ ചെയ്യല്ലോ കേട്ടോ. ഷാമിനോട് വരുന്നുണ്ടോ ചോദിക്കാതാ മേളില്. അനു അനു എന്തോ പറയാൻ വന്നല്ലോ, മറന്നുപോയല്ലോ. ഛത്തീസ്ഗഡില് എങ്ങനെയാ ക്ലൈമറ്റ് ഒക്കെ? ആള് ഛത്തീസ്ഗഡിലാണ്. എയിംസില് നേഴ്സിംഗ് പഠിക്കാണ്. ഇപ്പൊ 2nd ഇയർ ആണ്. ഛത്തീസ്ഗഡില് നല്ല തണുപ്പാണ്, നല്ല വെയിലാണ്. കൊറേ ഒറീസക്കാരും ഒഡീഷക്കാരും എല്ലാവരും ഉണ്ട് അനുവിന്റെ കൂടെ. കണ്ട് റോട്ടിൽ തന്നെ നല്ല ലൈറ്റിങ്ങില് നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ എങ്ങോട്ടേക്ക് പോണ്ട്, ഞങ്ങളെ കൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആൾക്കാര്. ഞങ്ങൾ ഇവിടുത്തെ ഗസ്റ്റ് ആണല്ലോ. ഏതോ വീട്ടുകാരാണ്. ആ എന്നാലും നീ ഇവിടുത്തെ ഗസ്റ്റ് ആണോ? ഗസ്റ്റാന്ന് പറഞ്ഞ തല്ലിക്കൊല്ലും, വിരുന്നുകാരാന്ന് പറഞ്ഞ ചേച്ചി എന്നെ തല്ലിക്കൊല്ലും. പക്ഷേ ഞങ്ങള് ഹസൻ ഇവിടെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല. എവിടെയോ ഏതോ മാർക്കറ്റോ പാനിപൂരി കഴിക്കാനോ ഇവിടെ ഏതോ എവിടേക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുപോയിട്ടില്ല. കൊണ്ടുപോകുന്നുള്ള പ്രതീക്ഷയില് ഞങ്ങളിങ്ങനെ പോവാണ്. അല്ലേ? അതെ. എപ്പോഴാണെന്തോ പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അന്ന് വന്നപ്പോഴും കണ്ടു, ഇന്നും കണ്ടു. ഇവിടെ ഈ ടൈം ആകുമ്പോ പിള്ളേര് സൈക്കിളൊക്കെ ചവിട്ടും. ഇവിടെ ഇങ്ങനെ ഫുട്ബോളൊക്കെ കളിക്കണ കാണാം. കർണാടക കേട്ടോ. അല്ല എന്നുവെച്ചാ കർണാടകയാന്ന് ഉദ്ദേശിച്ചത്. അവരുടെ സംസാരം കന്നഡയിലാണ്. അപ്പോ പലതൊന്നും അറിയില്ല, എന്തൊക്കെയോ പറയണ്ട്. ഫോട്ടോസൊക്കെ എടുത്തു. ഇത് ഈ ഒരു ആംബിയൻസ് ആണ്, നല്ല ഭംഗിയുണ്ട്. അവിടെ നിന്ന് ഉണ്ടാ നല്ലൊരു ഫ്രെയിം. ശ്യാമ ഒന്നെങ്കിൽ ശ്യാമിൻ്റെ ഫോണിലെടുക്കാം. ശ്യാം നല്ല ഫോട്ടോഗ്രാഫറാണ്, പക്ഷേ അന്നില്ല കൂടെ.
അതാണ് ഈ ക്രോസ് കണ്ടോ, ഈ ക്രോസ് 5th ഇപ്പൊ ഇവിടെ കണ്ട്, ഇത് അവിടെ ഉണ്ട്. അതെന്താ സംഭവം എന്ന് മനസ്സിലായില്ല. എന്തുകൊണ്ട് ഈ ക്രോസ് ഇങ്ങനെ എഴുതിയേക്കണേ? അത് ഓരോ റോഡുകളുണ്ടല്ലോ ഡിവൈഡ് ചെയ്ത് വരുന്നത്. ഇത് 5th ക്രോസ്. അപ്പൊ നമ്മൾ അഡ്രസ് പറയുമ്പോ 6th ക്രോസ്, ലാസ്റ്റ് ക്രോസ് എന്നൊക്കെ കൊടുക്കും. ഇത് ഉദയഗിരി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇത് ഉദയഗിരിയിൽ 5th ക്രോസ് ഇവിടെ, 6th ക്രോസ് അവിടെ, നമ്മുടെ വീട് ഇരിക്കുന്ന ലാസ്റ്റ് ക്രോസ്. അപ്പൊ പിന്നെ 5th അവിടെ എവിടെയൊക്കെ ഉണ്ടല്ലോ. അത് വേറെ ഉദയഗിരി അല്ല. ആ ഓക്കെ, ഇത് ഉദയഗിരിയാണ്. ഞങ്ങള് വരുന്ന വഴിക്ക് ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നു. എങ്ങോട്ട് നടക്കാൻ മതിയായോ? മതിയായില്ലേ? ചേച്ചിക്ക് മതിയാവും, ഞങ്ങക്ക് മതിയാവൂല. നടന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നു. ഇവിടെ ചെക്കൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞതേ, മേളില് ഒരു വാടക കൊടുത്തിട്ടുണ്ട് ബാച്ചിലേഴ്സിന്. അവിടെ അപ്പുറത്തെ കോളേജ്, ആ ചെക്കൻ വന്നിട്ടില്ല എന്നാ ചേച്ചി പറയണേ. താഴത്തെ ചേച്ചി താമസിക്കുന്നുണ്ട്. ഇത് ഫുള്ള് നമ്മുടെയാണോ? ഇത് ഫുള്ള് നമ്മുടെയാണ്. താഴത്തെ ആളുണ്ട്, മേളിലും ആളുണ്ട്. റെന്റിന് കൊടുത്തേക്കാണ്, നടുക്കാണ് താമസിക്കണത് കേട്ടോ. 3 പേരും കൂടെ ഇറങ്ങി. വിശാൽ മാർട്ടൊക്കെ 9 മണി വരെ ഉള്ളൂ, പക്ഷെ 8 മണിയായിക്കണ്. കിട്ടിയാ കിട്ടി അല്ലേ, മേടിക്കാൻ പറ്റിയാ എന്തെങ്കിലുമൊക്കെ മേടിക്കും, അല്ലെങ്കിൽ ഒന്ന് ഇറങ്ങിയിട്ട് വരും. വഴി അറിയില്ല. ഇവിടത്തെ കുറെ ക്രോസും ലെഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോ എപ്പോഴാന്ന് അറിയില്ല. ഡ്രൈവർ ശ്യാമുണ്ട്. അപ്പൊ നമ്മളവിടെ എത്തിയിട്ട് കാണാം അല്ലേ. ഈ കടയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ മലപ്പുറം പോലെയല്ല, കൊച്ചി പോലെയാ. കൊച്ചിയിൽ പക്ഷെ ഈ ടൈമില് വഴിയോരത്തിരിക്കണവരൊക്കെ പോകും. ഇവിടെ അതേ വിളിച്ചിങ്ങനെ പറയുന്നുണ്ട് എന്തൊക്കെയോ കന്നഡയിലായതുകൊണ്ടേ അറിയില്ല നമുക്കൊന്നും. നല്ല തിരക്കും ഉണ്ട് റോഡ്. വരാൻ തോന്നണം കേട്ടോ. എന്തോ കൈതച്ചക്കയൊക്കെ തൂക്കിയിട്ടേക്കും. ഇതാണ് വിശാൽ മാർട്ട്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം കിട്ടിയിട്ടില്ല, അത് നോക്കി നടക്കുക. ഇതാണ് വിശാൽ മാർട്ട്. ഇതാ നമ്മുടെ വിശാൽ മാർട്ട് എത്തിയിരിക്കുന്നു. വിശാൽ മെഗാ മാർട്ട്. കയറി നോക്കാം എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്ന് നോക്കാം. എന്താ അതിന്റെ സൈഡിൽ പോപ്കോണും വിൽക്കുന്നുണ്ട് കേട്ടോ. തപ്പിയെടുക്കണം, പക്ഷെ എനിക്ക് തോന്നണില്ല 1 മണിക്കൂർ കൊണ്ട് നമ്മൾ തികയൂന്ന് അല്ലേ. 1 മണിക്കൂർ തികയില്ല. കുറേ ഉണ്ട് കളക്ഷൻസ്. 99 രൂപയുടെ ടീഷർട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങോട്ടൊക്കെ പോയി നോക്കാം. ഉണ്ട് കേട്ടോ 199 രൂപയുടെ. സൈസിന് അനുസരിച്ചാണ് വില. ഇതൊക്കെ 299 രൂപ. നല്ല കളറ്. ഇതാ 199. ഇത് 299, 299 ഒക്കെ ഉള്ളതാണേ. കൊള്ള ഏതായാലും നല്ല സെലക്ഷൻ ഉണ്ട്. ഞാൻ കുറേ നോക്കിയതാ കേട്ടോ. ഇതാ 299 രൂപയ്ക്ക് കുറേ ഉണ്ട്. അതിന്റെ സെറ്റ് ഉള്ളതും ഉണ്ട്. ഷാമിന് 80 രൂപയ്ക്ക് നിക്കറൊക്കെ കിട്ടിട്ടോ. അറിയോ, ഇത് ഒരെണ്ണത്തിന് വാങ്ങുകയാണെങ്കിൽ 399 റുപ്യ, 2 വാങ്ങുകയാണെങ്കിൽ ഒരെണ്ണത്തിന്റെ പൈസ. നമ്മളൊക്കെ പെറുക്കിയെടുത്ത് ഷാമയ്ക്ക് നിക്കാണ്. ഷാമേ തൊട്ട് മതിയാവണില്ല കേട്ടോ. ഓരോന്നിങ്ങനെ വലിച്ചു വാരി ഇടും. നോക്ക സമയം ഇപ്പൊ 8:45. കട അടക്കാൻ പോവാണ്. അടിയിലൊക്കെ ഉണ്ട്. ഇറങ്ങിയ വളരാൻ ഇവിടെ പോപ്കോൺ ഉണ്ടായി, ബട്ടർ മസാല, ചില്ലി മസാല. മാർട്ടിലൊക്കെ പോയി വന്നു. കുച്ചു കുൽഷു മേമിയുടെ കുട്ടി എവിടെ? മേമിയുടെ കുട്ടി എവിടെ? ചിരി വന്നോ? ഇതാരാ? അത് ഇതാരാ? അമ്മാമ്മയുടെ ആരാ? അമ്മാമ്മയുടെ ആരാ അത്? പേരെന്താ? പേരിലൊക്കെ എന്തിരിക്കുന്നു അച്ഛമ്മ? പേരൊന്നും ആവശ്യമില്ല. പേരൊന്നും ആവശ്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴായിരുന്നു കോമഡി.
യാതൊരു ആവശ്യവും പേരിടുന്നതാണോ പിന്നെ ഒരു മനുഷ്യന് പേര് വേണ്ട? വീഡിയോക്ക് എൻ്റെ ഇതിലായിരുന്നു വർത്താനം പറഞ്ഞൊക്കെ ഇരുന്ന് എല്ലാവരുമായിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഒരു 11:30-11:45 ഉറങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.